മനസ്സിലായി. അപ്പൊ ഞാൻ കുറച്ച് ഡിസിപ്ലിൻഡ് ആണ്. അപ്പം ഇന്ന് ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കാൻ തന്നെ കാരണം ഞാൻ പറയാം. 5 കുട്ടികൾ LLBയുടെ കുട്ടികൾ, പിന്നെ ഫൈനൽ ഇയർ പഠിക്കുന്ന തൃശ്ശൂരിലെ ലോ കോളേജിലെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു. ആരോ പറഞ്ഞിട്ടാണ് അയച്ചത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആക്ഷൻ എടുക്കും. 5 കുട്ടികളും ഒരേ ക്ലാസ്സിലാണ്, പക്ഷെ 5 പേരും ഈ മെസ്സേജ് കോപ്പി ചെയ്തിട്ട് എനിക്ക് അയച്ചിരിക്കണേ. പക്ഷെ അവരോട് എല്ലാവരോടും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് 3 ദിവസമായിട്ടും ആക്ഷൻ ഇല്ല. അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ ഉടനെ ഇന്നൊരു ഗൂഗിൾ മീറ്റ് വിളിച്ചിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ വരാൻ പറഞ്ഞ് വിളിച്ചു. ഈ റെഫർ ചെയ്ത പ്രൊഫസർ അറ്റൻഡ് ചെയ്തു, പക്ഷെ ആ കുട്ടികളൊന്നും അതിനകത്ത് മിണ്ടിയിട്ടില്ല. സംസാരിച്ചോ ഇല്ലയോ, വന്നോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം അവർ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ കുറേ പേർക്ക് അയച്ചു, കുറേ പേര് വന്നു. അങ്ങനെ ആദ്യം സിവിൽ സർവീസിൽ തുടങ്ങി, പിന്നെ ഡിസ്കഷൻ എൻ്റെ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തുടങ്ങി. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ സംസാരിച്ചു പോയി. ഈ 4 മാസം 3 മാസമൊക്കെ ഒരു മെസ്സേജ് അയക്കാൻ കാത്തിരിക്കുന്ന ഒരാൾക്ക്, അവരൊക്കെയാണ് ഗവൺമെന്റിൽ വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ആയതെന്ന് ഞാൻ പറയാം. എല്ലാ കാര്യവും ഡിലേ ആയിട്ടല്ലേ ചെയ്യാം. വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ലോകത്തുള്ള ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണ് സിവിൽ സർവീസ്. സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, അത് കണ്ടിരുന്നോ? അപ്പൊ IAS ഡോക്ടർ TPS എന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത് നോക്കിയാ ഏതെങ്കിലും എൻ്റെ വീഡിയോന് കമന്റ് ഇട്ടിട്ടുണ്ടോ? ശരിക്കും അതൊക്കെയാ വേണ്ടത്. നമ്മളിപ്പോ ഒരു ഫയൽ നമ്മുടെ മുമ്പിൽ എത്തിയാൽ നമ്മൾ ഉടനെ അതിനകത്തൊരു ലൈൻ എഴുതാനുള്ള കഴിവുള്ള ആളാണ് സിവിൽ സർവീസിന് പോവാ. ഇപ്പൊ എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എത്ര സമയം എടുത്തു തിരിച്ച് റിപ്ലൈ അയക്കാൻ? ഞാൻ എത്ര പാരലൽ പണി ചെയ്യുന്നുണ്ടെന്ന് അറിയോ? വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല അത് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞാനത് ഇപ്പൊ അയച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴെങ്കിലും അയക്കണ്ടേ? നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും അയക്കണ്ടേ? അപ്പൊ നാളെ ഇതിനേക്കാളും ഫ്രീ ആണെന്ന് തോന്നുമ്പോഴല്ലേ ഞാൻ ഇന്നത്തെ പണി നാളത്തേക്ക് മാറ്റുക. ഞാൻ അങ്ങനെയല്ല, നാളെ ഇതിനേക്കാളും പണിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തിപ്പം ചെയ്യാൻ പറ്റും അത് ഉടനെ ചെയ്യുന്ന ആളാണ് കൃത്യനിഷ്ഠയുള്ള ആള്. കുറെ ജോലി ചെയ്യുന്ന ആള്, കുറെ പണി കിട്ടും, ഇഷ്ടംപോലെ ഫ്രീ സമയം ഉണ്ടാവും. ഫ്രീ സമയം എപ്പോഴാ ഇല്ലാണ്ടിരിക്കുക? നാളെ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ. ഇതൊക്കെ ടെസ്റ്റ് പ്രോസസ്സാണ്. അപ്പൊ ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത് എവിടെയാന്ന് ഞാൻ പറഞ്ഞുതരാം. തുടങ്ങേണ്ടത് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ട് നാളെ റെസ്പോൺസ് ഇല്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. അങ്ങനെ ചെയ്യാം. ഏത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാ വരുത്താറുള്ളത് അവിടെ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ന്യൂസ് പേപ്പർ പോലും വരുന്നില്ലേ? അതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അത് പോരാ. അതുകൊണ്ട് അത്തരം സ്ഥലത്ത് ജീവിച്ചാൽ തന്നെ ഈ ഇതൊന്നും നടക്കില്ല. കാരണം ഞാനാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് വിചാരിക്കും. ഞാൻ ആദ്യം ചെയ്യുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരുത്തോടെ. കാരണം അതൊരു ഒരു ഒരു ഡെലിവറബിൾ കൊടുക്കുന്ന ഒരു സ്ഥലമല്ലേ. ഒരു നാഷണൽ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് കിട്ടണ്ടേ? ഏത് മലയാളം ന്യൂസ് പേപ്പറിലാണ് നാഷണൽ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് ഉള്ളത്? ആ തൊട്ടടുത്ത അയൽവാസികൾ മരിച്ച ആൾക്കാരുടെ ന്യൂസ് അല്ലേ അതിനകത്ത് 2 പേജ് ഉണ്ടാവുക? അത് വായിച്ചുകൊണ്ട് വല്ല ജനറൽ നോളജ് ഉണ്ടാവുമോ? ഏത് TV ചാനലാ കാണുക സാധാരണ? അടുത്ത ചോദ്യം അതാവും. ഏതെങ്കിലും ഒരു കാര്യം ജനറൽ നോളജ് ഉണ്ടാക്കുന്നതാണോ? അതാണ് സ്ഥിതി. കേരളത്തിന്റെ ഏറ്റവും പൊളിറ്റിക്കലി ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം നടന്നത് എവിടെയാണ് കേരളത്തിൽ? കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കേരളത്തിൽ നടന്നത് ഏത് വർഷം, എവിടെ? അതറിയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കുറേ ചോദ്യങ്ങൾ ഉണ്ടാവണം. ആ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് തപ്പുക. ഈ കേരളത്തിന്റെ എല്ലാ ന്യൂസ് ചാനലും ഓഫ് ചെയ്യുക. ഒരു അത്തരം സംഭവങ്ങളും പാടില്ല. പൂർണ്ണമായിട്ട് ഏതെങ്കിലും നാളെ വരാൻ പോകുന്ന ഇന്റർനാഷണൽ ന്യൂസ് എന്താണെന്നും നാഷണൽ ന്യൂസ് എന്താണെന്നും ഇന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സിവിൽ സർവീസിന്റെ നോളജ് ഉള്ള ആള്. മനസ്സിലാവുന്നുണ്ടോ? ഈ IAS എന്ന് പറയുന്നത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ആ എലിജിബിൾ ആവുള്ളൂ. അപ്പൊ അത്തരം സ്റ്റാൻഡിലേക്ക് മാറണം. And second one, your English has to be excellent.
ഇംഗ്ലീഷ് എക്സലൻ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി പാസ്സാവില്ല പരീക്ഷ. അതുകൊണ്ട് നല്ല ബ്രീഫ് എഴുതാൻ അറിയണം. UPSC ഡോക്ടർ TPS എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അത് കണ്ടിട്ട് അതിനകത്ത് ഓരോന്നിൻ്റെ അത് കേട്ട് കഴിഞ്ഞാൽ അതിന് കമൻ്റ് ഇടണം. ആ കമൻ്റാണ് ഇവാലുവേഷൻ. ഞാൻ എല്ലാ കമൻറ്റും വായിച്ചിട്ടാണ് അപ്രൂവ് ചെയ്തിട്ട് ഇടാറുള്ളൂ. അപ്പോൾ അതിനൊരു കമൻ്റ് ഇടുക. അതും കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ന്യൂസ്, ഒരു കട്ടിങ്, ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ ഇൻ്റർനാഷണൽ ന്യൂസ്, ഇപ്പം വാഷിങ്ടൺ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക, ഇന്ത്യ വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് അടിക്കുക, ഇന്ത്യ മോസ്കോ എന്ന് പറഞ്ഞിട്ട് അടിക്കുക. അപ്പോൾ എന്തായാലും ഇന്ത്യയിലും മോസ്കോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് വരും. എന്നിട്ട് ഇന്നത്തെ ഡേറ്റും കൂടി കൊടുക്കുക, 2024 November 17 ഇന്ത്യ മോസ്കോ ന്യൂസ് എന്നടിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ന്യൂയോർക്ക് ന്യൂസ് എന്നടിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് ക്ലിപ്പിംഗ് കിട്ടും. അതങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. അത് വലിയൊരു സ്റ്റോറി ആയിരിക്കും. സ്റ്റോറി എന്നാ പറയുക സാധാരണ. അതൊരു പേജ് 2 പേജ് ഉണ്ടെങ്കിൽ ഒരു ഫുൾ പേജ് വായിച്ചിട്ട് അതിൻ്റെ ബ്രീഫായിട്ട് അതിൻ്റെ എസൻസ് കൃത്യമായിട്ട് ഒരു പാരഗ്രാഫിലേക്ക് ചുരുക്കി എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതിയിട്ട് ആ ബ്രീഫും ഒറിജിനൽ ന്യൂസും രണ്ടും എനിക്ക് അയക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം വി വിൽ സിറ്റ് ആൻഡ് ഡിസ്കസ്. ഒന്ന് ജനറൽ നോളജ്, ഒന്ന് ഇംഗ്ലീഷ്, കുറേ ക്വസ്റ്റ്യൻസ് വരണം എൻ്റെ അടുത്ത്. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു സമയം വെച്ചാൽ വി വിൽ ഹാവ് എ G-Meet ആൻഡ് ദെൻ ഡിസ്കസ്. ഇന്നത്തെ G-Meet ഞാൻ ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് നടക്കുകയാണ്. ഒക്കെ ഞാനാ ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ ഇടും. അതേപോലെ അതൊക്കെ എൻ്റെ UPSC പ്ലേലിസ്റ്റിലാണ് പോവുക. അത് നോക്കുക. എന്നിട്ട് അതിനകത്ത് ആ പ്ലേലിസ്റ്റിൽ 1, 2, 3 കണ്ടിട്ട് അതിനകത്ത് കമൻറ്റ് എന്താണ് അതിനകത്ത് മനസ്സിലാക്കിയെന്നുള്ള ബ്രീഫ് എഴുതാനുള്ള കഴിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും മോക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ, മോളെ എനിക്ക് ട്രെയിൻ ചെയ്താൽ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്പർ 2, അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം പറ്റില്ല എന്നുള്ളത് സ്വയം ഒരു ആത്മബോധം ഉണ്ടാവണം. അപ്പം ഇന്ന് 2024 November 17, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അടുത്ത 4 മാസം തൻ്റെ ഈ വരാൻ പോകുന്ന ഡിസംബറിലെ പരീക്ഷ ഏത് സബ്ജക്റ്റാണ്? 24 25 ആകുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റ് ഫുൾ അതിൻ്റെ ബ്രീഫ് നോട്ട് കയ്യിലുണ്ടാക്കിയിട്ട് ഓരോ ടെക്നിക്കൽ ടേംസ് അത് വായിച്ചാൽ ഇത് വായിച്ചാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അതിൻ്റെ ബ്രീഫ് എഴുതി വെക്കുക. നോട്ട് പോലെ നമ്മൾ ഗുളിക രൂപത്തിൽ ഉണ്ടാക്കുന്ന അറിയില്ലേ, അത് കയ്യിലുണ്ടാവണം. അത് വെച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം. ഇതേപോലെ പഠിച്ചാൽ അതിനേക്കാളും ഒരു പെർസെൻറ്റേജ് കൂടുമോ, അല്ല ഇങ്ങനെ തന്നെ പിന്നെ പരീക്ഷേൻ്റെ തലേദിവസം ചെയ്താൽ മതിയോ? ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പഠിക്കാനുള്ളൊരു മനോരൂപം ഉണ്ടായിരുന്നോ, മനസ്സിൽ അങ്ങനെ ഒന്ന് കണ്ടുവച്ചിരുന്നോ? അപ്പം അങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം പ്ലാൻ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പം ഞാൻ പറയുന്നത്. അത് നേരെ ഉപകാരമുള്ളൊരു വിഷയമായിട്ട് പഠിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. അത് വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിലാകെ വേണ്ടത് കുറേ ടെക്നിക്കൽ ടേംസ് മനസ്സിൽ വരലാണ്. അതിൽ വരാൻ പോകുന്ന ഒരു 10 ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കൂ. ആ 10 ക്വസ്റ്റ്യൻ ഗസ് ചെയ്യാൻ പറ്റുമോ? പഴയ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫുൾ ഉണ്ടാവുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ എങ്ങനെയാണോ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുക അതുപോലെ എഴുതി കയ്യിൽ വെക്കുക. തീർന്നു കഥ. 100% കിട്ടും. ഓക്കെ. അതുപോലെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം. ചെയ്യോ? ഇനി അത് കഴിഞ്ഞിട്ട് ഇത് പറ്റില്ല എന്ന് വിചാരിക്കും. ഓക്കെ, സിവിൽ സർവീസ് ഈസ് നോട്ട് മൈൻ. വേറെ എന്താ ഓപ്ഷൻ ജീവിതത്തിൽ എന്താവണമെന്നാണ്? കാരണം തുടങ്ങാം. സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനുണ്ട് കൂടെ. ഓക്കെ, ശരി. Thank you.